ക്രിസ്മസിന് വരവേറ്റ് നാടും നഗരവും. എറണാകുളം ജില്ലയിൽ വിവിധ ദേവാലയങ്ങളിൽ വിപുലമായ ആഘോഷങ്ങൾ നടന്നു. എറണാകുളം സെന്റ് ഫ്രാൻസിസ് അസീസി കത്തീഡ്രലിൽ നടന്ന ചടങ്ങുകൾക്ക് മെത്രാപ്പൊലീത്ത ഫാദർ ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ കാർമ്മികത്വം വഹിച്ചു. കാക്കനാട് മൗണ്ട് സെന്റ് തോമസിൽ നടന്ന ചടങ്ങുകൾക്ക് സിറോ മലബാർ സഭ എറണാകുളം അങ്കമാലി അതിരൂപത മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ നേതൃത്വം നൽകി. എറണാകുളം ജില്ലയുടെ വിവിധ ദേവാലയങ്ങളിലായി നടന്ന ക്രിസ്മസ് ദിന പ്രാർത്ഥനാ ശുശ്രൂഷയിൽ ആയിരക്കണക്കിന് വിശ്വാസികളാണ് പങ്കെടുത്തത്. ധാരാളം വിശ്വാസികൾ പള്ളി അങ്കണത്തിലേക്ക് നേരത്തെ തന്നെ 11 മണിയോടുകൂടി തന്നെ ധാരാളം വിശ്വാസികൾ പള്ളി അങ്കണങ്ങളിലേക്ക് എത്തി. ഏകദേശം 11:30 മണിയോടുകൂടിയാണ് ഒരു വിവിധ ദേവാലയങ്ങളിലും പ്രാർത്ഥന ശുശ്രൂഷകൾ നടന്നത്. പ്രധാനപ്പെട്ട വൈദികരെല്ലാം ഈ ഒരു മുഖ്യ കാർമ്മികത്വം വഹിച്ച ഒരു പ്രാർത്ഥനാ ശുശ്രൂഷകളാണ് നടന്നത്. 12 മണിയോടുകൂടി തന്നെ ഉണ്ണിയുടെ യേശുവിന്റെ തിരുപ്പിറവി ആഘോഷിച്ചു. പള്ളികളിൽ ഗംഭീരമായി ആഘോഷം നടക്കുകയായിരുന്നു. വലിയ തരത്തിലുള്ള അലങ്കാരങ്ങൾ ഈ പള്ളി അങ്കണങ്ങളിലെല്ലാം ഒരുക്കിയിരുന്നു. പുൽക്കൂട് ഒരുക്കി, അതുപോലെ വർണ്ണാഭമായിട്ടുള്ള നിറങ്ങളിലുള്ള ലൈറ്റുകളെല്ലാം ചാർത്തിയുള്ള വലിയ ഒരു ആഘോഷത്തോടു കൂടിയായിരുന്നു ഉണ്ണിയുടെ തിരുപ്പിറവി ഇവിടെ ക്രൈസ്തവ സമൂഹം ആഘോഷിച്ചത്. എറണാകുളം ലത്തീൻ സഭയുടെ പ്രധാനപ്പെട്ട ദേവാലയമായ സെന്റ് ഫ്രാൻസിസ് അസീസി കത്തീഡ്രലിൽ നടന്ന ചടങ്ങിൽ ലത്തീൻ സഭയുടെ മെത്രാപ്പൊലീത്ത ഫാദർ ജോസഫ് കളത്തിപ്പറമ്പിലാണ് ഈ ഒരു പ്രാർത്ഥന ശുശ്രൂഷകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചത്. അതുപോലെ സിറോ മലബാർ സഭയുടെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ആസ്ഥാനമായിട്ടുള്ള മൗണ്ട് സെന്റ് തോമസിൽ നടന്ന ചടങ്ങിൽ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ ഈ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഈ ചടങ്ങുകൾക്ക് ഏതായാലും ക്രിസ്മസിനുമായി ബന്ധപ്പെട്ടുള്ള പ്രാർത്ഥനാ ശുശ്രൂഷകൾക്ക് ശേഷം കേക്ക് മുറിച്ചും മധുരം പങ്കിട്ടും വിശ്വാസികൾ പരസ്പരം അവരുടെ സ്നേഹം പങ്കിട്ടുകൊണ്ടാണ് ഇന്നിപ്പോൾ ഒരു ക്രിസ്മസിനെ വരവേറ്റിരിക്കുന്നത്. ഒരു സ്നേഹത്തിന്റെയും സഹോദരത്തിന്റെയും എല്ലാം ഉത്സവമായാണ് ക്രിസ്മസ് കാണുന്നത്. ഏതായാലും ഇനിയുള്ള രാവുകൾ കൊച്ചിയെ സംബന്ധിച്ച് ഈ ഒരു ക്രിസ്മസിനോടനുബന്ധിച്ച് ഇനി ന്യൂ ഇയർ വരെ നീളുന്ന വലിയ ഒരു ആഘോഷ രാവുകളുടെ ഒരു തുടക്കം കൂടി ആയിരിക്കുകയാണ് ഇന്നിപ്പോൾ. ശരത്തമ്പാട്ടുകാവിനൊപ്പം വിഷ്ണുപ്രകാശ്, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.